പ്രിയമുള്ളവരെ, എല്ലാവർക്കും മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ മൂന്നാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുക ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം അല്ലെങ്കിൽ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതുപോലെ ഫോഴ്സ് ഓൺ എ കറണ്ട് കാരിങ് കണ്ടക്ടർ, force between two parallel current carrying conductors and definition of 1 ampere, torque on a current carrying coil kept in a magnetic field, moving coil galvanometer, its working and principle, and conversion of a galvanometer into ammeter and voltmeter. ഈ പറയുന്ന പ്രധാനമായ 6 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുക. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ അല്ലെങ്കിൽ ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ലോയാണ് മാഗ്നറ്റിസത്തിനകത്തെ. ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ച ഗോസസ് തിയറത്തിന് സമാനമായിട്ടുള്ള മാഗ്നറ്റിസത്തിനകത്തെ ഒരു ലോയാണ്. ഇപ്പൊ ഗോസസ് തിയറം നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പൊ ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗോസസ് തിയറം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ ഉള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തിയറം അല്ലെങ്കിൽ ഒരു ലോയാണ് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 ലോസ് തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു സർഫസിലൂടെയാണ് ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു ലൈനിലൂടെ, ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലൂടെയാണ് ഈ പറഞ്ഞ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിനൊരു ക്ലോസ്ഡ് പാത്ത് വേണം, ഗോസസ് തിയറത്തിന് ഒരു ക്ലോസ്ഡ് സർഫസ് വേണം എന്നുള്ള വ്യത്യാസമാണ്. അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. അപ്പൊ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് along a closed path or closed circuit in vacuum will be equal to mu0 times the total current passing through the enclosed path. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന എൻക്ലോസ്ഡ് പാത്തിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ത്രെഡ് ഔട്ട് ചെയ്യുന്ന ടോട്ടൽ കറണ്ട്, അതിനെ mu0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ക്ലോസ്ഡ് പാത്തിലൂടെയുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ്, ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇന്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ബി ഡോട്ട് ഡി എൽ വിൽ ബി ഈക്വൽ ടു mu0 ടൈംസ് ടോട്ടൽ കറണ്ട് ഐ എന്നെഴുതാം. അപ്പോൾ അവിടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു mu0 ഐ എന്ന് പറയും. താഴെ ഫിഗർ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ അതിലൊരു കറണ്ട് കടന്നു പോകുന്നു, ഒരു സ്ട്രേറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് മുകളിലേക്ക് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഉപയോഗിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അത് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ അത് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് വരച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള കോൺസെൻട്രിക്, അതായത് ആ കണ്ടക്ടറിനെ സെന്റർ ആക്കിക്കൊണ്ട് വരയ്ക്കുന്ന ലൈൻസ് ആയിരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അതിന് ചുറ്റുമുള്ളത്. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പിന്നെ നമ്മൾ ടാൻജന്റ് വരച്ചാൽ അതായിരിക്കും ആ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇതിൽ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്ത് നമുക്ക് എടുക്കാം. ആ സർക്കുലർ പാത്തിലൂടെ നമുക്ക് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യാം. ഇപ്പൊ ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത്, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും അതുപോലെ ഡി എൽ വെക്ടറും. ഡി എൽ എന്ന് പറയുന്നത് ആ നമ്മൾ എടുക്കുന്ന ചെറിയൊരു സെഗ്മെന്റ് ആണ്. ആ സെഗ്മെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആയിട്ടാണ്, അതേ ഡയറക്ഷൻ തന്നെയാണ് കറണ്ട് പോകുന്നത്. അതുകൊണ്ട് ബിയും ഡി എല്ലും പാരലൽ. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ബി ഡി എൽ കോസ് 0. കോസ് 0യുടെ വാല്യൂ 1 ആയതുകൊണ്ട് ബി ഇൻറ്റു ഡി എൽ എന്ന് എഴുതാം. അതായത് ബി എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് പാത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ എന്ന് എടുക്കാം. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഡി എല്ലുകളുടെ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആ ആർ റേഡിയസ് ഉള്ളതാണ് ആ സർക്കിൾ എങ്കിൽ ആ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് നമുക്ക് കിട്ടുക. 2πr എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് ബി ഇൻറ്റു 2πr എന്ന് പറയുന്നതായിരിക്കും ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ്. അത് എന്ന് പറയുന്നത്
μ0 ടൈംസ് കറണ്ട് ആയിരിക്കും എന്ന് ചുരുക്കം. μ0 ടൈംസ് കറണ്ട്. അതായത് നമുക്ക് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട് എന്നുള്ളതാണ് ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ മാത്തമാറ്റിക്കൽ ഫോം. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റും അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനും ശ്രദ്ധിക്കുക. ഇതിന് പ്രധാനമായിട്ടും 3 ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ 3 ആപ്ലിക്കേഷൻസ്. ഗോസസ് തിയറത്തിന്റെ നമ്മൾ ആപ്ലിക്കേഷൻസ് കണ്ടതുപോലെ തന്നെ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് കാരിങ് വയർ ഓഫ് ഇൻഫിനിറ്റ് ലെങ്ത് യൂസിങ് ആംബിയർ സർക്യൂട്ടൽ തിയറം. ഇപ്പൊ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ ഇമാജിൻ ചെയ്യുക. അപ്പൊ അവിടെ ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിന് ലെങ്ത് ഇൻഫിനിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അതിലെ ഒരു I ആംബിയർ കറണ്ട് കടന്നു പോകുന്നു എന്നും കരുതുക. അപ്പൊ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആണ് സർക്കുലർ വൃത്താകൃതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ വൃത്തത്തിന്റെ പരിധിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യാം. ആംബിയർ സർക്യൂട്ടൽ തിയറം അനുസരിച്ചിട്ട് ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കണ്ടക്ടറിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ, കണ്ടക്ടറിൽ നിന്നും R പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ പോയിന്റ് ഈ പറഞ്ഞിരിക്കുന്ന സർക്കിളിന്റെ സർക്കംഫറൻസിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സർക്കിളിന്റെ സർക്കംഫറൻസിൽ ഏത് പോയിന്റ് നമ്മൾ എടുത്താലും അവിടുത്തെ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം തുല്യ അകലത്തിലാണ് ആ കണ്ടക്ടറിൽ നിന്നും തുല്യ അകലത്തിലാണ് ആ പോയിന്റുകളെല്ലാം, വൃത്തത്തിന്റെ പരിധിയിൽ കിടക്കുന്ന പോയിന്റുകളെല്ലാം കിടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബി എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു സിഗ്മ ഐ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. സിഗ്മ ഐ എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് I ആംബിയർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്നുള്ളൂ. അതുകൊണ്ട് ബി കോമൺ ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാം. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഇപ്പൊ ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഐ എന്ന് എഴുതാം. ഇപ്പൊ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ആ വൃത്തത്തിന്റെ ചുറ്റളവ് തന്നെയായിരിക്കും. 2πr എന്ന് പറയുന്നതായിരിക്കും. R റേഡിയസ് ആണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഡി എൽസ് എന്ന് പറയുന്നത് ചെറിയ സെഗ്മെന്റ്സ് ആണ്. ഓരോ സെഗ്മെന്റ്സും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ അതാണ് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറയുക. അതായത് 2πr. ഇപ്പൊ ബി ഇൻറ്റു 2πr എന്ന് പറയുന്നത് μ0 ഐ ആയിരിക്കും. ഓർ ബി ഇക്വേഷനകത്ത് നിന്ന് ബിയുടെ വാല്യൂ നമുക്ക് എഴുതാൻ സാധിക്കും μ0 ഐ ബൈ 2πr. അപ്പൊ അതായിരിക്കും I ആംബിയർ കറണ്ട് കടന്നു പോകുന്ന ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ നിന്നും R പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് μ0 ഐ ബൈ 2πr. അതിന്റെ ഡയറക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ മതി. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ കറണ്ട് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഫ്ലക്സ് ലൈൻസ് പോവുക. അപ്പോൾ അതിന്റെ ഏത് സ്ഥലത്താണോ അവിടെ ടാൻജന്റ് വരച്ചേക്കുക. ഇപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ടാൻജന്റ് വരച്ച് കാണിച്ചിരിക്കുന്നു. അതായിരിക്കും ആ ടാൻജന്റ് ആ ആരോ കാണിച്ചിരിക്കുന്നതായിരിക്കും ഇപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇപ്പൊ അവിടെ ചെറിയൊരു കഷ്ണം ഡി എൽ കഷ്ണം എടുത്താൽ ആ ഡി എൽ എന്ന് പറയുന്ന കഷ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ആയിട്ട് എടുത്താൽ ആ ഡി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്നു. ഇപ്പൊ ഡി ബിയുടെ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ μ0 ഐ ബൈ 2πr. ആ ഇക്വേഷൻ ഓർത്തിരിക്കണം. അതിൽ നിന്നാണ് നമ്മൾ 1 ആംബിയറിന്റെ ഡെഫിനിഷൻ പറയുക. അതുപോലെ തന്നെ പ്രോബ്ലത്തിനൊക്കെ ഇത് ആവശ്യമായിട്ട് വരുന്നതാണ്. അതാണ് ഇതിന്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ച് ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ നിന്നും നിശ്ചിത ദൂരം അകലെയുള്ള സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോളിനോയിഡ്, സ്ട്രെയിറ്റ് സോളിനോയിഡ്. ആ സോളിനോയിഡിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. ഇവിടെ ഒരു സോളിനോയിഡ് വെച്ചിട്ടുണ്ട്. ലോങ് സോളിനോയിഡ് ആണ്. അപ്പൊ സോളിനോയിഡിന്റെ മധ്യഭാഗത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ക്ലോസ്ഡ് പാത്ത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ റെക്ടാങ്കുലർ ഷേപ്പിലിരിക്കുന്ന ഒരു ക്ലോസ്ഡ് പാത്താണ് ഇവിടെ നമ്മൾ എടുക്കുക.
PQRSP എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് റെക്ടാങ്കുലർ ഷേപ്പുള്ള ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അതിന്റെ റെക്ടാങ്കിളിന്റെ ലെങ്ത് എ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പോൾ ആ ക്ലോസ്ഡ് പാത്തിലൂടെയുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇന്റഗ്രൽ B.dl എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുക. അതെന്ന് പറയുന്നത് നമ്മുടെ തിയറം അനുസരിച്ചിട്ട് μ0 ടൈംസ് ടോട്ടൽ കറണ്ട് ആയിരിക്കും. നമ്മൾ എടുത്തിരിക്കുന്ന ആ ക്ലോസ്ഡ് പാത്തിനകത്തോടെ ത്രെഡ് ഔട്ട് ചെയ്യുന്ന ടോട്ടൽ കറണ്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഇന്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു μ0 × I0. I0 എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ടാണ്. ആ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഏരിയയിലൂടെ ത്രെഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ കറണ്ടാണ് I0 എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത്. വേർ I0 ഈസ് ദ നെറ്റ് കറണ്ട് ഓർ ടോട്ടൽ കറണ്ട് ത്രെഡിങ് ത്രൂ ദ സോളിനോയിഡ്. അപ്പോൾ ആ സോളിനോയിഡ് മൊത്തമല്ല, സോളിനോയിഡിനകത്ത് നമ്മൾ ആ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ക്ലോസ്ഡ് ലൂപ്പിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I0 ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ നമ്മൾ ആദ്യമേ Pയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, Pയിൽ നിന്ന് Qയിലേക്ക് പോകുന്നു. അപ്പോൾ അതാണ് ആദ്യത്തെ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇന്റഗ്രൽ ഫ്രം P to Q അല്ലെങ്കിൽ ഇന്റഗ്രൽ PQ B.dl പ്ലസ് അടുത്ത് നമ്മൾ വീണ്ടും അടുത്ത സൈഡ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഫ്രം Q to R. ഇന്റഗ്രൽ ഫ്രം Q to R B.dl പ്ലസ് അതുപോലെ നമുക്ക് ആ സർക്യൂട്ട് നമ്മൾ ആ ക്ലോസ്ഡ് പാത്ത് പൂർത്തിയാക്കണം. പ്ലസ് ഇന്റഗ്രൽ ഫ്രം R to S B.dl പ്ലസ് നാലാമത്തത് ആകണമെങ്കിൽ ഇന്റഗ്രൽ ഫ്രം S to P B.dl. അപ്പോഴാണ് ആ ക്ലോസ്ഡ് പാത്തിലൂടെയുള്ള ഇന്റഗ്രേഷൻ പൂർത്തിയാകുക. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ആ ഒരു ടേം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ ഫ്രം P to Q B.dl എന്ന് പറഞ്ഞാൽ B.dl കോസ് 0 ആയിരിക്കും. അതായത് B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോയിലാണെങ്കിൽ അതിന്റെ ആക്സിസിലൂടെ ആയിരിക്കും. അപ്പോൾ ആക്സിസിന് പാരലായിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതുപോലെ DL എന്ന് പറഞ്ഞിരിക്കുന്ന അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ Pയിൽ നിന്ന് Qയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ DLന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നതും സെയിം ഡയറക്ഷൻ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പോൾ പാരലാണെന്ന് പറയുക. അതായത് Bയും DLും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് B.dl എന്നുള്ളത് B.dl cos 0 എന്ന് എഴുതാം. അതുപോലെ രണ്ടാമത്തെ ഇന്റഗ്രൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഫ്രം Q to R എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ B.dlന്റെ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ Bയും DLും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. B എന്ന് പറയുന്നത് ആക്സിസിന് പാരലായിട്ടാണ് പോകുന്നത്. DL എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പാത്ത് എന്ന് പറയുന്നത് അതിന് Bക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുക. അപ്പോൾ B.dl cos 90 എന്ന് പറഞ്ഞാൽ ആ വാല്യൂ 0 ആയിട്ട് പോകുന്നു. മൂന്നാമത്തെ ഇന്റഗ്രൽ നമ്മൾ എടുക്കുമ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇതിന് വെളിയിൽ ബി ഫീൽഡ് ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് 0 DL × cos 0 എന്ന് പറഞ്ഞാൽ ആ മൂന്നാമത്തെ ഇന്റഗ്രലിന്റെ വാല്യൂവും 0 ആയി പോകുന്നു. നാലാമത്തെ വാല്യൂ എന്ന് പറയുന്നത് അത് ബിയും DLും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് SP എന്ന് പറയുന്നതാണ് DLന്റെ ഡയറക്ഷൻ. ആ ഡയറക്ഷനാണ് DL ഇരിക്കുക. നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആക്സിസിന് പാരലാണ്. അപ്പൊ ഇവിടെയും ബിയും DLും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അതുകൊണ്ട് 2, 3, 4 ടേമുകൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആ വാല്യൂസ് 0 ആയി പോകും. അപ്പൊ അവശേഷിക്കുന്ന ആദ്യത്തെ വാല്യൂ മാത്രമേ ഉള്ളൂ. അതായത് ആ വാല്യൂ എന്ന് പറയുന്നത് B × ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ PQ എന്ന് പറയുന്ന ആ സൈഡിന്റെ ലെങ്ത് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ A ആയിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് ആ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ നമ്മൾ അതിന്റെ ലൈൻ ഇന്റഗ്രൽ ആ ഒരു പാത്തിലൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് B × A ആയിരിക്കും. അപ്പൊ അതായത് ആംബിയർ സർക്യൂട്ടൽ തിയറം അനുസരിച്ചിട്ട് നമ്മൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓവർ ദ ക്ലോസ്ഡ് പാത്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അത് എന്ന് പറയുന്നത് B × A ആയിട്ട് കിട്ടി. അത് എന്ന് പറയുന്നത് μ0 ടൈംസ് ടോട്ടൽ കറണ്ട് ആയിരിക്കും. ഇപ്പൊ μ0 × I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോസ്ഡ് പാത്തിലൂടെയുള്ള ടോട്ടൽ കറണ്ടാണ്. ഇതിലെ ഒരു നമ്പർ ഓഫ് ടേണിലൂടെ I ആംബിയർ കറണ്ട് കടന്നു പോകുന്നുണ്ടെന്ന് കരുതുക. ഒരു നമ്പർ ഓഫ് ടേൺ, ഒരു ചുറ്റിലൂടെ I ആംബിയർ കറണ്ട് കടന്നു പോകുന്നു. സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതായത് 1 സെന്റിമീറ്ററിലോ 1 മീറ്ററിലോ ഉള്ള നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം നമ്മൾ സ്മോൾ n ആയിട്ട് എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ P തൊട്ട് Q വരെയുള്ള നമ്പർ ഓഫ് ടേൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ സ്മോൾ n × A വരും. സ്മോൾ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇപ്പൊ ക്യാപിറ്റൽ N ആണ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് കരുതുക. ഇപ്പൊ അതിന്റെ ലെങ്ത് L ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ N/L എന്ന് പറയുന്നതായിരിക്കും നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്.
അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ ലെങ്ത് എടുക്കേണ്ട ആവശ്യമില്ല. പി തൊട്ട് ക്യൂ വരെയുള്ള നമ്പർ ഓഫ് ടേൺസ് എടുക്കുക. അത് n ഇൻറ്റു എ ആയിരിക്കും. ഓരോ നമ്പർ ഓഫ് ടേണിലൂടെയും I ആംപിയർ കറണ്ട് കടന്നു പോകുന്നത് കൊണ്ട് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് n ഇൻറ്റു എ ഇൻറ്റു I ആയിരിക്കും. അതാണ് I0 എന്ന് പറയുക. അപ്പൊ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ μ0 ഇൻറ്റു I0 എന്ന് പറഞ്ഞാൽ μ0 NaI. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് നമ്മൾ ആംപിയർ സർക്യൂട്ട് തിയറത്തിലേക്ക് അപ്ലൈ ചെയ്യുക. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ബി ഇൻറ്റു എ. ബി ഇൻറ്റു എ എന്ന് പറയുന്നത് μ0 NaI എന്ന് പറയുന്നത് കിട്ടുന്നു. എ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് ദ സെന്റർ എന്ന് പറയുന്നത് μ0 NI എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് μ0 എന്ന് പറയുന്ന പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻⁷ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. I എന്ന് പറയുന്നത് ഇതിലേക്ക് കടന്നു പോകുന്ന കറണ്ടുമാണ്. അപ്പോൾ അതാണ് ഈ സോളിനോയിഡിന്റെ മിഡ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0 NI. ഇനി ഇതിന്റെ രണ്ട് എൻഡിലേക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ മിഡ് പോയിന്റ് ഉള്ളതിന്റെ നേരെ പകുതി ആയിരിക്കും എന്ന് ഓർത്തിരുന്നേക്കുക. അപ്പോൾ ഈ സോളിനോയിഡിന്റെ രണ്ട് എൻഡിലെയും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് മിഡ് പോയിന്റിലെ വാല്യൂ ആയ μ0 NIയുടെ പകുതിയായ μ0 NI/2 വീതമായിരിക്കും. ഇതിന്റെ രണ്ട് എൻഡ് പോയിന്റിലെയും ഈ സോളിനോയിഡിന്റെ രണ്ട് എൻഡിലെയും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്നൊന്ന് ഓർത്തിരുന്നേക്കുക. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ മാക്സിമം വാല്യൂ അതിന്റെ മിഡ് പോയിന്റിലായിരിക്കും. ആ വാല്യൂ എന്ന് പറയുന്നതാണ് μ0 NI എന്ന് പറയുന്നത്. ഇനി അതുപോലെ അതിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടൊറോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. ഇപ്പൊ ടൊറോയിഡ് എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിൽ ഇരിക്കുന്ന ഒരു സോളിനോയിഡാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സോളിനോയിഡാണ്. ആ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന സോളിനോയിഡിനെ ഒരു സർക്കുലർ ഷേപ്പിൽ വളച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ടൊറോയിഡ് ആയിട്ട് മാറും. അപ്പൊ അതിനാണ് നമ്മൾ ടൊറോയിഡ് എന്ന് വിളിക്കുന്നത്. ആ ടൊറോയിഡിന്റെ ഇതുപോലെ അതിന്റെ ആക്സിസിലെ വൃത്താകൃതിയിലുള്ള സർക്കുലർ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ആ സർക്കിളിന്റെ സർക്കംഫറൻസ് തന്നെ നമുക്ക് ഇവിടെ ക്ലോസ്ഡ് പാത്ത് ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ ക്ലോസ്ഡ് പാത്ത് ലൈൻ ഇന്റഗ്രൽ ഓവർ ദ ക്ലോസ്ഡ് പാത്ത് B.dl is equal to μ0 I0 ആയിട്ട് നമുക്ക് എടുക്കാം. I0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ആണ്. ഇപ്പൊ ഇന്റഗ്രൽ B.dl എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ B.dl cos 0 ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ B ഇൻറ്റു ഇന്റഗ്രൽ dl എന്ന് പറയുന്നത് ടോട്ടൽ ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞാൽ R റേഡിയസ് ഉള്ള ആ ടൊറോയിഡിന്റെ സർക്കംഫറൻസ് ആയിട്ട് വരും. ഇപ്പൊ B ഇൻറ്റു 2πr വരുന്നു. ഇപ്പൊ B ഇൻറ്റു 2πr എന്ന് പറയുന്നതാണ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ത്രൂ ദ ക്ലോസ്ഡ് പാത്ത്. അത് ആംബിയസ് തിയറം അനുസരിച്ചിട്ട് μ0 ടൈംസ് ടോട്ടൽ കറണ്ട് ആയിരിക്കും. μ0 I0. അപ്പൊ I0 എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട്. ഒരു നമ്പർ ഓഫ് ടേണിലൂടെ I ആംപിയർ കറണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്മോൾ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എങ്കിൽ ഈ ടൊറോയിഡില് 2πr × n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് കാണും. ആ ഓരോ നമ്പർ ഓഫ് ടേണിലൂടെയും I ആംപിയർ കറണ്ട് വെച്ച് കടന്നു പോകുന്നു. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോസ്ഡ് പാത്തിലൂടെയുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് സ്മോൾ n × 2πr ആയിരിക്കും. ബട്ട് അത് നമ്മൾ μ0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നു μ0 n × 2πr × I എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയ B × 2πr എന്ന് പറയുന്നത്. അതിൽ 2πr ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും വരുന്നു. നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ B എന്ന് പറയുന്നത് μ0 NI എന്ന് തന്നെ നമുക്ക് കിട്ടുന്നു. അതായത് സോളിനോയിഡിന്റെ മിഡ് പോയിന്റിലെ വാല്യൂ തന്നെയാണ് ഇവിടെ ടൊറോയിഡിന്റെ കേസിൽ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്മോൾ n എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ 2πr ആണ് എന്ന് ഓർത്തേക്കണം. വേർ R ഈസ് എ റേഡിയസ് ഓഫ് ദിസ് ടൊറോയിഡ്. ഈ ടൊറോയിഡിന്റെ റേഡിയസ് ആണ് R ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ 2πr എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റളവാണ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ 2πr എന്ന് പറയുന്നതാണ് സ്മോൾ n എന്ന് പറയുന്നതെന്ന് ഒന്ന് ഓർത്തിരുന്നേക്കുക. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ദ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദ ട്യൂബുലർ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ആ ട്യൂബ് വൃത്താകൃതിയിലുള്ള ട്യൂബിന്റെ ആ ഏരിയയിൽ മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ബൗണ്ടഡ് ബൈ ദ കോയിൽ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ ഏരിയ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ടൊറോയിഡ്. ഇപ്പൊ ഈ ടൊറോയിഡിന്റെ ഉൾഭാഗത്തും അതായത് O എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അതുപോലെ ഔട്ട്സൈഡ് പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പൊ അതിനുള്ളിലുള്ള ഒരു പോയിന്റ് P എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. അവിടെ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് നോൺ 0 ആയിട്ട് കാണുള്ളൂ. B എന്ന് പറയുന്ന പോയിന്റിലും അതുപോലെ അത് ഇന്നർ പോയിന്റ് ആണ്. ആൻഡ് അറ്റ് O Q എന്ന് പറയുന്ന ഔട്ടർ പോയിന്റിലൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഇതിന്റെ
ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മളിവിടെ പഠിക്കുക. അതായത് ഒരു ലോങ് സ്റ്റേറ്റ് കണ്ടക്ടറിന്റെ സമീപത്ത് r ഡിസ്റ്റൻസ് അകലെയുള്ള സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ ഇക്വേഷൻ μ0I/2πr ആ ഇക്വേഷൻ ഓർത്തിരിക്കണം. അതുപോലെ ഒരു സോളിനോയിഡ് അതിന്റെ മിഡ് പോയിന്റിൽ രണ്ട് എൻഡിലെയും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അതുപോലെ ടൊറോയിഡിന്റെ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അതിന്റെ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് മൂന്നും ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചെലുത്തുന്ന ഫോഴ്സിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾക്ക് അറിയാം ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ Q എന്ന് പറയുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ v വെലോസിറ്റിയിൽ b സ്ട്രെങ്തുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്താൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ലോറൻസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. അപ്പൊ അതാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ലോറൻസ് ഫോഴ്സ് ഓരോ ഇലക്ട്രോണിലും അനുഭവപ്പെടുന്നുണ്ട്. കാരണം കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഓരോ ഇലക്ട്രോൺസും ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് നമ്മൾ കണ്ടതാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD എന്ന് പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ ഓരോ ഇലക്ട്രോൺസും ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു എപ്പോൾ നമ്മൾ ഒരു കണ്ടക്ടറിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നതെന്ന് കരുതുക. അപ്പൊ അവിടെ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിൽ ഇപ്പം B എന്ന് പറയുന്ന സ്ട്രെങ്ത് ആ നീല ലൈൻസ് കാണിച്ചിരിക്കുന്നു. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ തീറ്റ ആംഗിൾ തിരിച്ചിട്ട് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അവിടെ വെച്ചിരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലുള്ള ഓരോ ഇലക്ട്രോണിലും ഈ പറഞ്ഞ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഓരോ ഇലക്ട്രോണിലും അനുഭവപ്പെടുന്ന ലോറൻസ് ഫോഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ E ഇൻറ്റു V ക്രോസ് B ഇട്ടാൽ മതി. ഇപ്പൊ E എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ്, VD എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി, B എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. ഇത് ഓരോ ഇലക്ട്രോണിലും അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. ഈ ഇലക്ട്രോൺസ് അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടറിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ ആ ഓരോ ഫ്രീ ഇലക്ട്രോൺസും പ്രയോഗിക്കപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കണ്ടക്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് A ഇൻറ്റു DL. ഇപ്പൊ DL എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സെക്ഷൻ നമ്മൾ എടുത്തിരിക്കുകയാണ്, ചെറിയൊരു പോർഷൻ. ഇപ്പൊ അവിടെ കാണിച്ചിരിക്കുന്ന അതിന്റെ മിഡ് പോയിന്റിൽ കാണിച്ചിരിക്കുന്ന ഷെയ്ഡഡ് പോർഷൻ DL ലെങ്ത് ഉള്ള ചെറിയൊരു പോർഷൻ. ക്രോസ് സെക്ഷനിലെ ഏരിയ A ഉണ്ടെന്ന് കരുതുക. അപ്പൊ ആ ഒരു ചെറിയ പോർഷന്റെ വോളിയം dV എന്ന് പറഞ്ഞിരിക്കുന്ന വോളിയം എന്ന് പറയുന്നത് A ഇൻറ്റു DL ആയിരിക്കും. ഇപ്പൊ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം സ്മോൾ n ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ആ എടുത്തിരിക്കുന്ന ചെറിയ വോളിയത്തിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ സ്മോൾ n ഇൻറ്റു A ഇൻറ്റു DL വരും. അപ്പൊ അത്രയും ഫ്രീ ഇലക്ട്രോൺസ് ആണ് ആ ചെറിയ പോർഷനകത്തുള്ളത്. അപ്പൊ ആ ഒരു ചെറിയ പോർഷനിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് DF ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ DF എന്ന് പറയുന്നത് ഈ ഓരോ ഇലക്ട്രോണിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലോറൻസ് ഫോഴ്സ് E ഇൻറ്റു VD ക്രോസ് B ഉണ്ട്. അതിനെ ആ ചെറിയ പോർഷനിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണമായ NaDL കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ ചെറിയ പോർഷനിലുള്ള അനുഭവപ്പെടുന്ന ഫോഴ്സ് DF എന്ന് പറയുന്ന ഫോഴ്സ് കിട്ടും. അതായത് NaL ഇൻറ്റു E ഇൻറ്റു V ക്രോസ് B എന്ന് പറയുന്നതാണ് സ്മോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് NaEVD ഇൻറ്റു DL ക്രോസ് B എന്ന് എഴുതുക. നമുക്കറിയാം കറണ്ടിന്റെ ഇക്വേഷൻ സ്ട്രെങ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. I ഈസ് ഈക്വൽ ടു NaEVD എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് NaEVD എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് അവിടെ കറണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇക്വേഷൻ ബിക്കംസ് I ഇൻറ്റു DL ക്രോസ് B എന്ന് പറയുന്നതാണ് ആ ചെറിയ വോളിയത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ടോട്ടൽ ഫോഴ്സ് ഇന്റഗ്രൽ DF, അതായത് ഇന്റഗ്രൽ I ഇൻറ്റു DL ക്രോസ് B എന്ന് പറഞ്ഞാൽ DL ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് കിട്ടുക. കണ്ടക്ടറിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടുന്നു. അതായത് F ഈസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് B എന്ന് നമുക്ക് എഴുതാം. വേർ I ഈസ് ദ കറണ്ട്, L ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് B ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. L ക്രോസ് B ആണ് എന്ന് ശ്രദ്ധിക്കുക. വേറെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് LIB സൈൻ തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ BIL സൈൻ തീറ്റ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി ബിൽ സൈൻ തീറ്റ എന്ന് നമുക്ക് പറയാം. BIL സൈൻ തീറ്റ എന്ന് പറയാം. വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട് ഡയറക്ഷൻ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ
കണ്ടക്ടർ ലെങ്തിന്റെ അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ അത് രണ്ടും ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ആ ഡയറക്ഷനും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ ആയിട്ട് നമ്മൾ പറയുക. അപ്പോൾ BIL സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് ഒരു കണ്ടക്ടർ L ലെങ്ത് ഉള്ള കണ്ടക്ടർ, I ആംപിയർ കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടർ, B സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ഒരു തീറ്റ ആംഗിൾ ചരിച്ച് അതിൽ വെച്ചാൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഫോഴ്സ് മാക്സിമം ആയിട്ട് അനുഭവപ്പെടുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുമ്പോഴാണ്. അതായത് BIL സൈൻ തീറ്റ സൈൻ 90 BIL എന്ന് പറയുന്നതായിരിക്കും മാക്സിമം ഫോഴ്സ്. ഈ കണ്ടക്ടർ ഫീൽഡിന് കറണ്ടുകാരിയും കണ്ടക്ടർ ഫീൽഡിന് പാരലായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് നമ്മൾ ഓരോ ഇലക്ട്രോണിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ കറണ്ടുകാരിയും കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചാൽ അതിൽ മാക്സിമം ഫോഴ്സ് അനുഭവപ്പെടുകയും പാരലാക്കി വെച്ച് കഴിഞ്ഞാൽ 0 ഫോഴ്സ് അനുഭവപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതുപോലുള്ള രണ്ട് കറണ്ടുകാരിയും കണ്ടക്ടേഴ്സ് പാരലാക്കി വെക്കുക. രണ്ട് കറണ്ടുകാരിയും കണ്ടക്ടേഴ്സ് പാരലാക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ PQ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ, അതുപോലെ RS എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു കണ്ടക്ടർ R ഡിസ്റ്റൻസ് അകലെ ഫ്രീ സ്പേസിൽ വെച്ചിരിക്കുന്നു എന്ന് കരുതുക. PQ എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ I1 ആംപിയർ കറണ്ട് കടന്നു പോകുന്നു. അതുപോലെ RS എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ I2 ആംപിയർ കറണ്ട് കടന്നു പോകുന്നു. അപ്പോൾ PQ എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ I1 ആംപിയർ കറണ്ട് കടന്നു പോകുന്നത് മൂലം അതിന് ചുറ്റും അതൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് RS എന്ന് പറയുന്ന രണ്ടാമത്തെ കണ്ടക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് B1 എന്ന് പറയും. അപ്പൊ B1 എന്ന് പറയുന്നത് ആദ്യത്തെ കണ്ടക്ടറായ PQവിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയുള്ള സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അത് ഇപ്പോൾ അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞോളൂ നമുക്ക്. അതുകൊണ്ട് B1 എന്ന് പറയുന്നത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും μ0 I1 ഡിവൈഡ് ബൈ 2πr. R എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അകലെയാണ് രണ്ടാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നിടത്ത് ആദ്യത്തെ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് B1 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഉപയോഗിച്ചാൽ മതി. കറണ്ട് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അപ്പോൾ അവിടുത്തെ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അകത്തേക്കായിരിക്കും, വെർട്ടിക്കലി ഇൻവേഴ്സ് ആയിരിക്കും. അതായത് RS എന്ന് പറയുന്ന കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് അകത്തോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ മാഗ്നറ്റിക് ഫീൽഡിൽ ആദ്യത്തെ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് രണ്ടാമത്തെ കറണ്ടുകാരിയും കണ്ടക്ടറായ RS ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വേറൊരു കറണ്ടുകാരിയും കണ്ടക്ടർ വെച്ചാൽ അതൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും RS എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഫോഴ്സ് അനുഭവപ്പെടും. RSൽ ഫോഴ്സ് ചെലുത്തുന്നത് ആദ്യത്തെ കണ്ടക്ടറാണ്. കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡാണ് ഫോഴ്സ് ചെലുത്തുന്നത്. അത് നമ്മൾ F21 എന്ന് വിളിക്കുക. അതായത് രണ്ടാമത്തെ കണ്ടക്ടറിൽ ആദ്യത്തെ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ചെലുത്തുന്ന ഫോഴ്സ് F21. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് ഇപ്പൊ നമ്മൾ കണ്ടോളൂ, BIL സൈൻ തീറ്റ അല്ലെങ്കിൽ ബിൽ സൈൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് എഴുതാം. അപ്പൊ അതിനകത്ത് B എന്ന് പറയുന്നത് B1 വരും, ആദ്യത്തെ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. അതായത് B1 എന്ന് പറഞ്ഞാൽ μ0 I1 ബൈ 2πr ആണ്. കറണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ കണ്ടക്ടറിലെ കറണ്ടാണ് I2. അതായത് F21 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതുവാണെങ്കിൽ നമുക്ക് എഴുതാനാണ് B1 I2 ഇൻറ്റു L സൈൻ തീറ്റ എന്ന് എഴുതാം. B1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, I2 കറണ്ട്, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടറാണ്. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം കറണ്ട് നേരെ മുകളിലേക്ക് പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ആ സ്ഥലത്ത് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് അതിനുള്ളിലേക്ക്, ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവ തമ്മിൽ 90 ആണ് ആംഗിൾ. അപ്പോൾ നമുക്ക് F21 എന്ന് പറയുന്നത് μ0 I1 I2 L ബൈ 2πr എന്ന് എഴുതാം, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേഴ്സ് ലെഫ്റ്റ് ആയിരിക്കും. F21ന്റെ ഡയറക്ഷൻ ലെഫ്റ്റിൽ, അതായത് PQയിലോട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് പറയാനായിട്ട് സാധിക്കും. I2 എന്ന് പറയുന്ന കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടർ, RS എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ I2 കറണ്ട് കടന്നു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് B2 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് PQവിൽ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ, രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് B2വിൽ കറണ്ടുകാരിയും കണ്ടക്ടർ I1 ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തിരിച്ചൊരു ഫോഴ്സ് F12 രണ്ടാമത്തെ കണ്ടക്ടർ ആദ്യത്തെ കണ്ടക്ടറിൽ ചെലുത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ ഇതുപോലെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ B2വിന്റെ വാല്യൂ എന്ന് പറയുന്നത് μ0 I2 ബൈ 2πr ആയിരിക്കും. അപ്പൊ അതുപോലെ ഫോഴ്സ് ആക്ടിങ് ഓൺ PQ ഡ്യൂ ടു ദ കറണ്ട് I1 ത്രൂ ഇറ്റ്
എന്ന് പറയുന്നത് F12 ആയിട്ട് നമുക്ക് എഴുതാം. അതായത് B2 ഇൻറ്റു I1L സൈൻ 90. ഇപ്പോൾ ഇവിടെ ആംഗിൾ 90 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് F12 = μ0 I1 I2L by 2πr എന്ന് എഴുതാം. ഇവിടെ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഈക്വൽ ലെങ്ത് ഉള്ളതായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സെയിം ലെങ്ത്, രണ്ട് കണ്ടക്ടറിൻ്റെ സെയിം ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. F12 = F21 = F എന്ന് പറഞ്ഞാൽ μ0 I1 I2L by 2πr എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഡയറക്ഷൻ, ഇപ്പോൾ F12ന്റെ ഡയറക്ഷൻ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടുവേഴ്സ് റൈറ്റ് ആയിരിക്കും. അതായത് ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഒന്ന് ആക്ഷനും മറ്റത് റിയാക്ഷനുമായിട്ട് നമുക്ക് കരുതാം. ഇപ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ചിട്ട് ഇത് രണ്ട് ഫോഴ്സും തുല്യവും വിപരീതവും ആയിരിക്കും എന്ന് ചുരുക്കം. അപ്പോൾ ദീസ് ടു ഫോഴ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ ഈ ഫോഴ്സ് പെർ ലെങ്ത് യൂണിറ്റ് ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ലെങ്തിൽ എടുക്കുകയാണെങ്കിൽ μ0 I1 I2 by 2πr ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. പാരലൽ ആയിരിക്കുന്ന ഈ രണ്ട് കണ്ടക്ടേഴ്സിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഈ കറണ്ട് കാരിങ് കണ്ടക്ടേഴ്സ്, പാരലൽ കറണ്ട് കാരിങ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അവയ്ക്കിടയ്ക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടത് μ0 I1 I2 by 2πr എന്ന് പറയുക. അപ്പോൾ അതാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻസും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് ഒരേ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്ന കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിലാക്കിയിരുന്ന ഫോഴ്സസ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, പരസ്പരം ആകർഷിക്കുന്ന തരത്തിലുള്ള ഫോഴ്സാണ്. ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ the conductors experience force towards each other. That means there is an attractive force between them when the current is flowing in the same direction. ഇപ്പോൾ ഒരേ ഡയറക്ഷനിൽ കറണ്ട് കടന്നു പോകുന്ന രണ്ട് കണ്ടക്ടേഴ്സ് അടുപ്പിച്ച് വെച്ചാൽ അവ തമ്മിൽ ആകർഷണ ബലം ഉണ്ടാകുന്നതുകൊണ്ട് അവ തമ്മിൽ ആകർഷിച്ച് കൂട്ടിമുട്ടും. അതുകൊണ്ടാണ് നമ്മൾ ലൈനൊക്കെ ഇലക്ട്രിക് ലൈൻസ് 2-3 ഫേസ് ലൈൻസ് ഒരു നിശ്ചിത ഡിസ്റ്റൻസിലാണ് അവ വലിക്കുന്നത്. തൊട്ടടുത്ത് ഈ പറഞ്ഞ ലൈൻസ് വലിക്കാറില്ല. വലിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആകർഷണ ബലത്തിന്റെ ഫലമായിട്ട് ഇത് കൂട്ടിമുട്ടാറുണ്ട്. ഇനി അടുത്ത ഫിഗർ നോക്കുക. വലത് സൈഡിലെ ഫിഗർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇവ തമ്മിൽ ഉള്ള കറണ്ട് എന്ന് പറയുന്നത് റിപ്പൾഷനാണ്. പരസ്പരം റിപ്പൽ ചെയ്യുന്ന തരത്തിലായിരിക്കും അവിടെ കറണ്ട് വരിക എന്ന് ചുരുക്കം. ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ദ conductors experience force away from each other and hence repel each other. അതും ശ്രദ്ധിച്ചേക്കുക. ഇപ്പോൾ പാരലൽ ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് സെയിം ഡയറക്ഷനിലാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ അവ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ആ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ μ0 I1 I2 by 2πr അത് തന്നെയാണ്. അത് മാഗ്നിറ്റ്യൂഡ് അട്രാക്ഷൻ ആണെങ്കിലും റിപ്പൾഷൻ ആണെങ്കിലും അതിന്റെ വാല്യൂസിന് വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കിയിരുന്നേക്കുക. അൺലൈക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവ റിപ്പൾഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് എന്ന് ഒന്നും മനസ്സിലാക്കിയിരുന്നത്. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ 1 ആംപിയറിന്റെ ഡെഫിനിഷൻ പറയുക. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ μ0 I1 I2 by 2πr ആണ്. ഈ കണ്ടക്ടർ എന്ന് പറയുന്നത് ഫ്രീ സ്പേസിൽ വെച്ചിരിക്കുന്നു, 1 മീറ്റർ അകലെ വെച്ചിരിക്കുന്നു. ഈ രണ്ട് കണ്ടക്ടേഴ്സ് ഫ്രീ സ്പേസിൽ 1 മീറ്റർ അകലെ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ രണ്ട് കണ്ടക്ടറിലൂടെയും സെയിം കറണ്ട് നമ്മൾ കടത്തി വിടുന്നു. അപ്പൊ അങ്ങനെ സെയിം കറണ്ട് നമ്മൾ കടത്തി വിടുമ്പോൾ 1 ആംപിയറിന്റെ ഡെഫിനിഷൻ പറയുന്നത് ശ്രദ്ധിക്കുക. I1 I2 എന്ന് പറയുന്നത് 1 ആംപിയർ ആകണമെങ്കിൽ R1 1 ആണ്. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ കണ്ട ഇക്വേഷനകത്ത് I1 I2 1 ആംപിയർ ആക്കുക, R1 1 ആക്കുക. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് 2 × 10⁻⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ വരും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആംപിയറിന്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. 1 ആംപിയർ ഈസ് ദാറ്റ് കറണ്ട് വിച്ച് ഇഫ് പാസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ 2 പാരലൽ കണ്ടക്ടേഴ്സ് ഓഫ് ഇൻഫിനിറ്റ് ലെങ്ത്. അപ്പൊ അതിന്റെ ലെങ്ത് ഇൻഫിനിറ്റി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുക. And placed 1 meter apart in vacuum causes each conductor to experience a force of 2 × 10⁻⁷ Newton per meter of length ആണെങ്കിൽ ആ രണ്ട് കണ്ടക്ടറിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ 1 ആംപിയർ കറണ്ട് എന്ന് പറയും. അതായത് രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് അതിലെ ഒഴുകുന്ന കറണ്ട് 1 ആംപിയർ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവ ഫ്രീ സ്പേസിൽ 1 മീറ്റർ അകലെ വെച്ചിരിക്കുന്ന രണ്ട് കണ്ടക്ടേഴ്സ് ഇതിനിടയ്ക്ക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ആണെങ്കിൽ ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് വിളിക്കുന്നതെന്ന് ചുരുക്കം. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഫിഗർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാകുന്ന ഫ്ലക്സ് ലൈൻസ് അട്രാക്ഷൻ ആണ് അവ തമ്മിൽ ഉണ്ടാകുക. അതുപോലെ
ആന്റി പാരലായിട്ടാണ് പോകുന്നതെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അവ തമ്മിൽ ലാറ്ററലായിട്ടുള്ള പ്രഷർ എക്സൈറ്റ് ചെയ്ത് റിപ്പൽ ചെയ്ത് അകന്നു പോകാനായിട്ടുള്ള പ്രവണത കാണിക്കുന്നു എന്നുള്ളത് ഫിഗറിനകത്ത് ഫ്ലക്സ് ലൈൻസ് വരച്ചിരിക്കുന്നതും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇതുപോലെ ഒരു കറണ്ട് കാര്യം കോയിൽ ഏതെങ്കിലും ഷേപ്പുള്ളതായിട്ട്, ഇപ്പോൾ സർക്കുലറോ റെക്ടാങ്കുലറോ ആയിക്കോട്ടെ. ഇപ്പോൾ ഇവിടെ നമ്മൾ റെക്ടാങ്കുലർ ആയിട്ടുള്ള കോയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ റെക്ടാങ്കുലർ ആയിട്ടുള്ള കറണ്ട് കാര്യം കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുക. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. ബി എന്ന് പറയുന്ന സ്ട്രെങ്ത് ഉള്ള യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് തീറ്റ ആംഗിൾ ചരിച്ചിട്ട് PQRS എന്ന് പറയുന്ന റെക്ടാങ്കുലർ കോയിൽ വെച്ചിരിക്കുന്നു. ഇവിടെ റെക്ടാങ്കുലർ കോയിൽ PQRS എന്ന് പറയുന്ന റെക്ടാങ്കുലർ കോയിൽ, ആ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് സ്ട്രെങ്ത് B എന്ന് പറയുന്നതാണ്. അപ്പൊ അതിൽ 5 ആംപിയർ കറണ്ട് കടന്നു പോകും. റെക്ടാങ്കുലർ കോയിലാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ റെക്ടാങ്കുലർ കോയിൽ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അതിന്റെ 4 സൈഡിലും ഫോഴ്സസ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ SP എന്ന് പറയുന്ന അപ്പർ സർഫസ് നോക്ക്, SP. അതിന്റെ ഈ കോയിലിന്റെ ലെങ്ത് L-ഉം ബ്രെഡ്ത്ത് B-യുമായിട്ട് എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, റെക്ടാങ്കുലർ കോയിലാണ്, ലെങ്ത് L-ഉം ബ്രെഡ്ത്ത് B-യുമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ SP എന്ന് പറയുന്ന ആ മുകളിലത്തെ ആ എൻഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ BIL sin θ, BIL sin θ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് L ലെങ്ത് ആണ്, L ഇൻറ്റു കറണ്ട്, അതിലെ കടന്നു പോകുന്ന കറണ്ട് 5 ആംപിയർ, ബ്രെഡ്ത്ത്. അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് വീതിയായിട്ട് വരും. SP അല്ലെങ്കിൽ PS എന്ന് പറയുന്നതിന്റെ ബ്രെഡ്ത്ത് B ആയിട്ട് വരും. B ക്രോസ് B. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു B ഇൻറ്റു ക്യാപിറ്റൽ B സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഏതാണ് പ്ലെയിൻ ഓഫ് ദ കോയിൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എഴുതുന്നു I ഇൻറ്റു B ക്യാപിറ്റൽ B സൈൻ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നു. അപ്പൊ അതിന്റെ ഡയറക്ഷൻ SP-യുടെ ഡയറക്ഷൻ ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നേരെ മുകളിലേക്കായിരിക്കും. ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഫോഴ്സ് അല്ലെങ്കിൽ ത്രസ്റ്റിന്റെ ഡയറക്ഷൻ എഴുതാം. അതുപോലെ തന്നെ താഴത്തെ QR എന്ന് പറയുന്ന സൈഡ്, ആ സൈഡിലും ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ സൈഡിലെ ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെയാണ്, I ഇൻറ്റു B സൈൻ തീറ്റ തന്നെയാണ്. കാരണം QR എന്ന് പറയുന്നതിന്റെ ലെങ്ത് B തന്നെയാണ്, SP-യുടെ സെയിം ലെങ്ത് തന്നെയാണ് QR-നുള്ളത്. സെയിം കറണ്ട് തന്നെയാണ് കടന്നു പോകുന്നത്. അതുപോലെ ആംഗിളും തീറ്റ എന്ന് പറയുന്ന ആംഗിളും സെയിം ആണ്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തും സെയിം ആണ്. അതുകൊണ്ട് സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് QR എന്ന് പറയുന്ന എൻഡിൽ ഉണ്ടാകുന്ന ഫോഴ്സും, പക്ഷേ ഡയറക്ഷൻ റിവേഴ്സ് ആയിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ ശ്രദ്ധിക്കുക. SP എന്ന് പറയുന്ന ഡയറക്ഷനാണ് കറണ്ട് മുകളിലത്തെ എൻഡിൽ ഒഴുകുന്നത്. അത് നേരെ തിരിച്ചുള്ള ഡയറക്ഷനാണ് കറണ്ട് QR-ലേക്ക് കറണ്ട് ഒഴുകുന്നത്. അപ്പൊ അങ്ങനെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ആയതുകൊണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ റിവേഴ്സ് വരും. അപ്പൊ അതുകൊണ്ട് FQR എന്ന് പറയുന്നത് നേരെ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതിന്റെ ആക്സിസ് ആയിക്കൂടെ തന്നെ അനുഭവപ്പെടുന്നത് കൊണ്ട് ദാറ്റ് വിൽ ക്യാൻസൽ ഈച്ച് അതർ. അപ്പൊ രണ്ട് ഫോഴ്സസ്, രണ്ട് കുറിയ വശത്തും അനുഭവപ്പെടുന്ന ഫോഴ്സസ്, അതായത് ഫോഴ്സസ് SP ആൻഡ് FQR ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആൻഡ് ദേ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. മോറോവർ ദേ ആക്ട് അലോങ് ദ സെയിം ലൈൻ ഓഫ് ആക്ഷൻസ്. ഇതിന്റെ ആക്സിസിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സീറോ ടോർക്ക്, സീറോ ഫോഴ്സ് ആണ്. ആൻഡ് ഹെൻസ് ഡു നോട്ട് പ്രൊഡ്യൂസ് എനി ടോർക്ക്. ഇനി അടുത്ത രണ്ട് ലെങ്ത് വൈസ് സൈഡുകൾ കൺസിഡർ ചെയ്യുക. PQ എന്ന് പറയുന്ന സൈഡും അതുപോലെ RS എന്ന് പറയുന്ന സൈഡും. അപ്പൊ PQ സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് FPQ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. കറണ്ട് I ഇൻറ്റു L ക്രോസ് B. ഇപ്പൊ PQ എന്ന് പറയുന്ന നീളം L ആയിട്ട് വരുന്നു. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ I ഇൻറ്റു LB സൈൻ 90 എന്ന് പറയുന്നത് BIL മാക്സിമം പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുക. അതായത് ഇപ്പൊ അവിടെ L-ഉം B-യും പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് BIL എന്ന് പറയുന്ന മാക്സിമം ഫോഴ്സ് ലെങ്ത് സൈഡിൽ ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ RS-ലും ഇതേപോലെ തന്നെയാണ്, സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെ വരുന്നു. I ഇൻറ്റു L ക്രോസ് B, അതായത് BIL സൈൻ 90 BIL എന്ന് പറയുന്ന ഫോഴ്സ് തന്നെയാണ് അനുഭവപ്പെടുക. പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. കാരണം കറണ്ട് ഡയറക്ഷൻ രണ്ട് എൻഡിലും റിവേഴ്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് FPQ-ന്റെയും FRS-ന്റെയും ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആയിരിക്കും.
ഫോഴ്സസ് പി ക്യു ആൻഡ് RS being equal in magnitude ആണ് but opposite in direction cancel out there and do not produce any translational motion. ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നു, ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബട്ട് ദേ ആക്ട് അലോങ് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ഹെൻസ് പ്രൊഡ്യൂസ് എ ടോർക്ക് അബൌട്ട് ദ ആക്സിസ് ഓഫ് ദ കോയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് ഡിഫറെന്റ് ലൈനിലാണ്. ഒരു പി ക്യു എന്ന് പറയുന്ന എൻഡിലാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, രണ്ടാമത്തെ ഫോഴ്സ് RS എന്ന് പറയുന്ന എൻഡിൽ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവ ഒരു ടോർക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്, ആക്ടിങ് ഓൺ ഡിഫറെന്റ് ലൈൻ ആണ്. therefore they will produce a torque, റൊട്ടേഷണൽ ഫോഴ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ആ ടോർക്കിന്റെ ഇക്വേഷൻ ആണ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഫോഴ്സ് പി ക്യു ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ശ്രദ്ധിക്കുക, ഇപ്പൊ പി ക്യു അല്ലെങ്കിൽ ഇപ്പൊ RF രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതിൽ ഏതെങ്കിലും ഒരു ഫോഴ്സിനെ ആ രണ്ട് ഫോഴ്സിന്റെ തമ്മിലുള്ള ലൈനിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോർക്കാണ് കിട്ടുക. അപ്പൊ ടോർക്ക് ഈസ് ഈക്വൽ ടു FPQ ഇൻറ്റു PN. ആ ഫിഗറിനകത്ത് ശ്രദ്ധിക്കുക, PN എന്ന് പറയുന്നത് ആ രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആ ആംഗിൾ തീറ്റ ശ്രദ്ധിക്കുക, അതായത് ആംഗിൾ SPN എന്ന് പറയുന്നത് തീറ്റ ആണ്. അതിനകത്ത് നിന്ന് കോസ് തീറ്റ എടുത്താൽ നമുക്ക് PN എന്ന് പറയുന്നത് B കോസ് തീറ്റ എന്നെഴുതാം. അപ്പൊ നമുക്ക് ടോർക്ക് എന്ന് പറയുന്നത് ILB ഇൻറ്റു B കോസ് തീറ്റ എന്നെഴുതുന്നു. അതായത് I ഇൻറ്റു L സ്മോൾ l ഇൻറ്റു B ഇൻറ്റു ക്യാപിറ്റൽ B കോസ് തീറ്റ എന്നെഴുതാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ലൂപ്പ് ആണ്. അതുകൊണ്ട് L ഇൻറ്റു ബിക്ക് പകരം നമുക്ക് I ഇൻറ്റു A ക്യാപിറ്റൽ എന്ന് എഴുതാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, AB കോസ് തീറ്റ എന്നെഴുതാം. ഇപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ അതാണ്, IAB കോസ് തീറ്റ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡും പ്ലെയിൻ ഓഫ് ദ കോയിലും തമ്മിലുള്ള ആംഗിളാണ്. മാഗ്നറ്റിക് ഫീൽഡും പ്ലെയിൻ ഓഫ് ദ കോയിലും. ഇനി അവിടെ പ്ലെയിൻ ഓഫ് ദ കോയിലിന്റെ നോർമൽ, അവർ നോർമൽ N എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നോർമൽ എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് ദ കോയിലിന്റെ നോർമൽ, അതായത് ഏരിയ വെക്ടർ ആയിട്ട് നമ്മൾ എടുത്താൽ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർമലാണ്, ആ ഏരിയക്ക് നോർമലാണ്. അപ്പൊ അതാണ് നോർമൽ എന്ന് പറയുന്നത്. ആ നോർമൽ എന്ന് പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഫൈ ആംഗിൾ മേക്ക് ചെയ്യുന്നു. അതായത് ഇപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇപ്പൊ ആംഗിൾ ഫൈ എന്ന് പറയുന്ന ഫിഗറിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതായത് മാഗ്നറ്റിക് ഫീൽഡും ആ പ്ലെയിൻ ഓഫ് ദ കോയിലിന്റെ നോർമലും തമ്മിലുള്ള ആംഗിളാണ് ഫൈ ആയിട്ട് എടുത്തിരിക്കുക. ആ ഫൈയും നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ആംഗിൾ തീറ്റ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടണം. 90 ഡിഗ്രിയാണ്, അതായത് ഫൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അതല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 90 മൈനസ് ഫൈ. അപ്പൊ തീറ്റയുടെ വാല്യൂ നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയ ഈ മുകളത്തെ ടോർക്കിന്റെ ഇക്വേഷനിലേക്ക് തീറ്റയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് തീറ്റയ്ക്ക് പകരം നമ്മൾ 90 മൈനസ് ഫൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് ഈസ് ഈക്വൽ ടു IAB ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം 90 മൈനസ് ഫൈവ് എന്ന് എഴുതാം. കോസ് 90 മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ സൈൻ ഫൈ ആണ്. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു IAB സൈൻ ഫൈ എന്ന് എഴുതാം. ഇതിനകത്ത് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് കരുതുക. ഓരോ നമ്പർ ഓഫ് ടേണും ഇത്രയും ടോർക്ക് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ ടോർക്ക് ഈസ് ഈക്വൽ ടു NIAB സൈൻ ഫൈ എന്ന് എഴുതാം. അപ്പൊ അതിനകത്ത് ടോർക്കിന്റെ രണ്ട് ഇക്വേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് ആംഗിൾസും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത് പ്ലെയിൻ ഓഫ് ദ കോയിലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. ഫൈ എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത് ഏരിയ വെക്ടറും, അതായത് ആ പ്ലെയിൻ ഓഫ് ദ കോയിലിന്റെ നോർമലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. അപ്പൊ ഏരിയ വെക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് നോർമലിൽ നിന്നാണ് നമ്മൾ ആംഗിൾ എടുക്കുന്നത്, ഫൈ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വൺ മസ്റ്റ് ബി വെരി കെയർഫുൾ യൂസിങ് ദ ഫോർമുല ഇൻ ടേംസ് ഓഫ് കൊസൈൻ ആൻഡ് സൈൻ. അപ്പൊ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് എന്ന് ചുരുക്കം. സിൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആംഗിൾ ടേക്കൺ വെദർ വിത്ത് ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഓർ നോർമൽ ഓഫ് ദ കോയിൽ. അതായത് പ്ലെയിൻ ഓഫ് ദ കോയിലുമായിട്ടുള്ള ആംഗിളാണ് നമ്മൾ തീറ്റ ആയിട്ട് എടുത്തിരിക്കുന്നത്, നോർമലുമായിട്ടുള്ള ആംഗിളാണ് നമ്മൾ ഫൈ ആയിട്ട് എടുത്തിരിക്കുന്നത് എന്ന് ചുരുക്കം. ടോർക്കിനെ നമുക്ക് വെക്ടർ നൊട്ടേഷൻസിൽ എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ട ഇക്വേഷൻ ഇതാണ്, ടോർക്ക് ഈസ് ഈക്വൽ ടു NIAB സൈൻ ഫൈ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏരിയ നമ്മൾ വെക്ടർ ആയിട്ട് നമുക്ക് എടുക്കാം നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NIAB സൈൻ ഫൈ ഇൻറ്റു യൂണിറ്റ് വെക്ടർ N എന്ന് പറയുന്നത്, യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ടോർക്കിന്റെ ഡയറക്ഷൻ ആണ്.
അതായത് എൻ ഐ ഇൻറ്റു എ ക്രോസ് ബി എന്ന് നമുക്ക് എഴുതാം. എ എന്ന് പറയുന്നത് ഏരിയ വെക്ടറാണ്, അത് നോർമലിന്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നതാണ് എ ബി സൈൻ ഫൈ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ടോട്ടൽ ടോർക്ക് ഈസ് ഈക്വൽ ടു എൻ ഐ ഇൻറ്റു എ ക്രോസ് ബി എന്ന് എഴുതാം. അപ്പൊ നമ്മൾ കണ്ടതാണ് ഐ ഇൻറ്റു എ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഐ ഇൻറ്റു എ മാഗ്നറ്റിക് മൊമെന്റ് ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എൻ ഇൻറ്റു എം ക്രോസ് ബി എന്നും നമുക്ക് എഴുതാം. അതിനകത്ത് എം എന്ന് പറയുന്നത് ഐ ഇൻറ്റു എ എന്ന് പറയുന്ന മാഗ്നറ്റിക് മൊമെന്റ് ആണ്, ആ കോയിലിന്റെ ഡൈപോൾ മൊമെന്റ് ആണ് എം ഇൻറ്റു ഐ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോയിൽ വിൽ റൊട്ടേറ്റ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം ദ ടോപ്പ് വ്യൂ അക്കോർഡിംഗ് ടു ദ ഫിഗർ. അപ്പൊ ഫിഗർ കൊടുത്തിരിക്കുന്ന അനുസരിച്ചിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അത് തിരിയുക. അപ്പോൾ ദ ആക്സിസ് ഓഫ് ദ കോയിൽ ഷോൺ ബൈ ദ ഡോട്ടഡ് ലൈൻസ്. അതുപോലെ ടോർക്ക് ആക്ട്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ടോർക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആ റേഡിയസ് വെക്ടറിനും എഫിനും പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും, അതായത് ആക്സിസിന് പാരലായിരിക്കും എന്നുള്ള റൊട്ടേഷൻ മോഷനകത്ത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. ടോർക്ക് ആക്ട്സ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ അലോങ് ദ ഡോട്ടഡ് ലൈൻസ്. if phi is 0 then torque 0. അതായത് phi 0 എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പ്ലെയിൻ ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക, ഈ പറഞ്ഞിരിക്കുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. അപ്പൊ അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുമ്പോൾ 0 ടോർക്കാണ്. ഇനി phi എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വെക്കുക, അതായത് പ്ലെയിൻ ഓഫ് ദ കോയിൽ ഫീൽഡിന് പാരലായിട്ട് വെക്കുക. അപ്പൊ മാക്സിമം ടോർക്ക് അനുഭവപ്പെടും, NIAB എന്ന് പറഞ്ഞാൽ മാക്സിമം ടോർക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ടെസ്ലയിൽ നമ്മൾ പറയുന്നു. The above formula for torque can be used for any loop irrespective of the shape. എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഷേപ്പ് തന്നെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് സർക്കുലർ ഷേപ്പോ ഇറഗുലർ ഷേപ്പോ ഉള്ളതായിട്ടുള്ള ഏത് കോയിലായാലും അതിന്റെ ടോർക്ക് എന്ന് പറയുന്ന ഇക്വേഷൻ ഇത് NIAB സൈൻ ഫൈ എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ NI എ ക്രോസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ. വേറെ ഈസ് ഏരിയ ഓഫ് ദി ലൂപ്പ് ആണ് എന്ന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ഇപ്പൊ ഇവിടെ ഒരു സസ്പെൻഡഡ് ടൈപ്പ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതില് ടി എന്ന് പറയുന്ന ഒരു ടോർഷൻ ഹെഡ് ആണ്. അപ്പൊ അത് ഇലക്ട്രിക്കൽ കണക്ഷൻസ് നമ്മൾ കൊടുക്കുന്ന. അപ്പൊ അവിടെ നിന്ന് ഒരു കോയില് PQRS എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പ് ഉള്ളതായിട്ടുള്ള ഒരു കോയില് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഫോസ്ഫറസ് ബ്രോൺസ് വയർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഫോസ്ഫറസ് ബ്രോൺസ് കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്, കണ്ടക്ട് ചെയ്യുന്നതാണ്. അതുപോലെ അതിന്റെ ലോവർ പോർഷൻ ഒരു സ്പ്രിങ് വഴിയായിട്ട് ആ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ ബേസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. TS എന്ന് പറയുന്ന ടോർഷൻ സ്ക്രൂ ആണ്, ടെർമിനൽ സ്ക്രൂ. അപ്പൊ ആ ടെർമിനൽ സ്ക്രൂവിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ കറണ്ട് T1 എന്ന് പറയുന്ന മുകളിലത്തെ ടെർമിനലിലൂടെ കറണ്ട് കടന്നു വന്ന് ആ കോയിലൂടെ കടന്ന് TS എന്ന് പറയുന്ന സ്ക്രൂവിലൂടെ ഇറങ്ങിപ്പോകും. അപ്പൊ അതേ രീതിയിലാണ് കറണ്ട് ആ കോയിലൂടെ കൊടുക്കുന്നത്. ആ കോയില് ഈ ഫോസ്ഫറസ് ബോൺസിൽ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന് ആ ഫോസ്ഫറസ് ബോൺസിലൂടെ റൊട്ടേറ്റ് ചെയ്യാം, ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരിക്കുന്നത്, നോർത്ത് പോളും സൗത്ത് പോളും വെച്ചിരിക്കുന്ന ശ്രദ്ധിക്കുക. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഇതിന് തിരിയാവാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. ഇതിൽ നമ്മളൊരു കറണ്ട് കടത്തി വിടുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കറണ്ട് കാര്യം കോയില് ഏത് ഷേപ്പുള്ളതാണെങ്കിലും അത് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിൽ ടോർക്ക് അനുഭവപ്പെടും. അപ്പൊ ആ ടോർക്ക് എന്ന് പറയുന്നത് NIAB സൈൻ ഫൈ ആണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ടോർക്കിന്റെ ഫലമായിട്ട് അത് ടേൺ ചെയ്യും. അപ്പൊ അത് ടേൺ ചെയ്യുന്നതിനോടൊപ്പം അത് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഫോസ്ഫറസ് ബോൺസ് എന്ന് പറയുന്ന വയറിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഫോസ്ഫറസ് ബോൺസ് ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിയുന്നതെങ്കിൽ ആ ഫോസ്ഫറസ് ബോൺസ് മെറ്റീരിയലിനകത്ത് ഇലാസ്റ്റിസിറ്റി മൂലം തിരിച്ചു പോകാനായിട്ടുള്ള ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ആ മെറ്റീരിയലിനുള്ളിൽ ഉണ്ടാവും. അപ്പൊ ആ റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് റൊട്ടേഷൻ K ആണെന്ന് കരുതുക. അപ്പൊ K ഇൻറ്റു ആൽഫ ആംഗിൾ അത് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ K ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് അതിന് ഫോസ്ഫറസ് ബോൺസ് എന്ന് പറഞ്ഞിരിക്കുന്ന മെറ്റീരിയലിനുള്ളിൽ അത് സംജാതമാക്കുന്ന റീസ്റ്റോറിംഗ് ടോർക്കാണ്. ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് കോയിൽ തിരിഞ്ഞതിന്റെ ഫലമായിട്ടാണ്. NIAB സൈൻ ഫൈ എന്ന് പറയുന്നതാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫോസ്ഫറസ് ബോൺസ് എന്ന് പറയുന്ന മെറ്റീരിയലിനുള്ളിൽ ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടാവും. ഇത് രണ്ടും തുല്യമായിട്ട് വരുമ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. പിന്നീട് അത് തിരിയാതെ ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കും.
ടോർക്ക് എക്സ്പീരിയൻസ് ബൈ ദ കോയിൽ എന്ന് പറയുന്നത് NAIB sin phi ആണ്. റീസ്റ്റോറിംഗ് ടോർക്ക് ഫോസ്ഫറസ് ബോൺസിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അത് K into alpha ആണ്. വേർ K is a restoring torque per unit angular twist എന്ന് പറഞ്ഞാൽ 1 റേഡിയൻ തിരിഞ്ഞാൽ അതിന് ഉള്ളിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ടോർക്ക് ആണ് K എന്ന് പറഞ്ഞിരിക്കുക. ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ട്വിസ്റ്റ്, എത്ര റേഡിയൻ അത് തിരിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ രണ്ട് ടോർക്കുകൾ തുല്യമായിട്ട് വരുന്നു. അതായത് NAIB sin phi എന്ന് പറയുന്നത് K ആൽഫ ആയിട്ട് വരുന്നു. ഓർ I is equal to K divided by NAB sin phi into alpha. ഇതിനകത്ത് ഈ സൈൻ ഫൈ എന്ന് പറയുന്നത് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സൈൻ ഫൈ എന്ന് പറയുന്നതിന്റെ വാല്യൂ sin 90 വരുന്നു. വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ അതിനകത്തുനിന്ന് 1 ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഇക്വേഷൻ K divided by NAB sin phi എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആൽഫ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ കടത്തിവിടുന്ന കറണ്ടിന്റെ അളവിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അതിനകത്ത് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്, ഈ കോയിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പൊ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് the deflection produced in the moving coil galvanometer will be directly proportional to the strength of the current passed through it. That means if we are passing more current, the deflection will be more. ചെറിയ കറണ്ട് കടത്തി വിടുന്നുണ്ടെങ്കിൽ ഡിഫ്ലക്ഷൻ വളരെ കുറവായിരിക്കും. ഇത് മൈക്രോ റേഞ്ചിലുള്ള കറണ്ടുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള മൂവിംഗ് കോയിൽ അല്ലെങ്കിൽ സസ്പെൻഡഡ് ടൈപ്പ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത് എന്ന് ചുരുക്കം. ഇപ്പൊ ഞാൻ പറഞ്ഞു റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. പ്ലീസ് ശ്രദ്ധിക്കുക, ഈ തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. ഇപ്പൊ നോർത്ത് പോളിന്റെയും സൗത്ത് പോളിന്റെയും ഇപ്പൊ കോൺകേവ് ഷേപ്പിൽ വെക്കുക. അപ്പൊ അങ്ങനെ കോൺകേവ് ഷേപ്പിലുള്ള മാഗ്നറ്റിക് പോൾസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ കോയിൽ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഏരിയ വെക്ടറും അതായത് മാഗ്നറ്റിക് ഫീൽഡും എപ്പോഴും 90 ആയിരിക്കും, പെർപെൻഡിക്കുലർ. ഏരിയ വെക്ടർ എന്ന് പറയുന്ന കോയിലിന്റെ പ്ലെയിന്റെ നോർമൽ. ഇപ്പൊ കോയിലിന്റെ നോർമലും ഏതെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ലൈനും പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും, ഏത് ഓറിയന്റേഷനിൽ ഇരുന്നാലും. അപ്പൊ അതുകൊണ്ടാണ് ഏത് ഓറിയന്റേഷനിൽ ഇരുന്നാലും ഫൈ എന്ന് പറയുന്ന 90 വരുന്നു എന്ന് പറയും. അതാണ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രത്യേകത. അതാണ് പ്ലെയിൻ ഓഫ് ദ കോയിൽ PQRS ലൈൻസ് along with the magnetic lines of force in whichever position the coil comes to rest in equilibrium. So the angle between the plane of the coil and the magnetic field is 0. അതായത് തീറ്റ 0 ആണ്, ഫൈ എന്ന് പറയുന്നത് എപ്പോഴും 90 ആയിരിക്കും ചെയ്യും. ഓർ ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 90. അതുകൊണ്ട് സൈൻ ഫൈ വിൽ ബി സൈൻ 90, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. ഓർ വി ക്യാൻ സേ I is equal to K by NAB into alpha, or I is equal to a constant G into alpha, where G is a constant called K by NAB, that is called galvanometer constant. അതാണ് ആ ഗാൽവനോമീറ്ററിന്റെ കോൺസ്റ്റന്റ് G ആയിട്ട് നമ്മൾ വിളിക്കുക. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആൽഫ ബൈ I എടുക്കുക ഇക്വേഷൻ, അതായത് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് കറണ്ട്. ആ ഇക്വേഷനകത്ത് നമ്മൾ ആൽഫ ബൈ I എടുത്താൽ ആ വാല്യൂ എന്ന് പറയുന്നത് NAB by K എന്ന് പറഞ്ഞു വരും. ആ ടേമിനെയാണ് നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവനോമീറ്റർ എന്ന് വിളിക്കുക. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ പെർ യൂണിറ്റ് കറണ്ട് പാസ് ത്രൂ ഇറ്റ്. ആൽഫ ബൈ I അത് NAB by K എന്നുള്ളതാണ്. അപ്പൊ കറണ്ട് സെൻസിറ്റിവിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ ചെറിയ തോതിലുള്ള കറണ്ട് കടത്തി വിട്ടാൽ പോലും ഡിഫ്ലക്ഷൻ ലാർജ് ആയിരിക്കും എന്ന് ചുരുക്കം. അപ്പൊ ഇതിനകത്ത് കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടണമെങ്കിൽ കൂടുതൽ ലാർജ് വാല്യൂ N ഉപയോഗിക്കുക, ഏരിയ കൂടുതലുള്ള ഉപയോഗിക്കുക, കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഉപയോഗിക്കുക. K എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ആണ്, ടോർഷൻ കോൺസ്റ്റന്റ് ആണ്, അത് കുറയ്ക്കുക. അപ്പോ നമുക്ക് ഹൈ കറണ്ട് സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ഗാൽവനോമീറ്റർ ഉപയോഗിക്കാം. അതുപോലെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് ആണ്. ആൽഫ ബൈ V. അപ്പൊ V എന്ന് പറഞ്ഞാൽ IR ആണ്. അപ്പൊ അതുകൊണ്ട് വിക്ക് വരെ IR നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ NAB by K into R എന്ന് എഴുതാം. അതായത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ ആയിരിക്കും എന്ന് ചുരുക്കം. അപ്പൊ അതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും കറണ്ട് സെൻസിറ്റിവിറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. കറണ്ട് സെൻസിറ്റിവിറ്റിനെ കോയിലിന്റെ റെസിസ്റ്റൻസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കിട്ടും എന്ന് ചുരുക്കം. ഈ നമുക്ക് ഈ ഗാൽവനോമീറ്ററിനെ നമുക്ക് അമ്മീറ്റർ ആക്കിയും അതുപോലെ വോൾട്ട് മീറ്റർ ആക്കിയും കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്കറിയാം അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അപ്പം ഓംസിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അമ്മീറ്റർ ഉപയോഗിച്ച് കറണ്ട് മെഷർ ചെയ്യാറുണ്ട്. അതുപോലെ വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസും നമ്മൾ അളക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കറണ്ട് മെഷറിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ നമ്മൾ എപ്പോഴും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള
അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എത്ര കുറവായിരിക്കും അത്ര നല്ലതായിരിക്കും അമ്മീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഐഡിയൽ ആയിട്ടുള്ള വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് മാക്സിമം ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഉള്ളതായിരിക്കും ഐഡിയൽ കേസിൽ. ഇപ്പൊ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് 0 അല്ലെങ്കിൽ വളരെ കുറവല്ലെങ്കിൽ അത് അമ്മീറ്റർ റീഡ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലിനേക്കാൾ എറർ കാണിക്കുമെന്ന് ചുരുക്കം. അപ്പൊ നമുക്ക് ഈ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് കുറയ്ക്കണം. ഇപ്പൊ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ട് ഇൻടു അമ്മീറ്റർ ബൈ ഷണ്ടിങ് ഇറ്റ് വിത്ത് എ വെരി സ്മോൾ റെസിസ്റ്റൻസ്. ഇപ്പൊ എസ് എന്ന് പറയുന്ന സ്മോൾ റെസിസ്റ്റൻസ് ആണ്. അത് നമ്മളെ ഗാൽവനോമീറ്ററിനെ നമ്മൾ പാരലൽ ആയി കണക്ട് ചെയ്യുക. അതാണ് ഷണ്ടിങ് എന്ന് പറയുക. അപ്പൊ നമുക്കറിയാം രണ്ട് റെസിസ്റ്റൻസുകൾ പാരലൽ ആയി കണക്ട് ചെയ്താൽ ആ കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഗാൽവനോമീറ്റർ ആൻഡ് ഷണ്ട് റെസിസ്റ്റൻസ് എസ് ആർ ഈക്വൽ. ഇതിൽ 5 ആമ്പിയർ കറണ്ടാണ് നമ്മൾ കടത്തി വിടുന്നതെന്ന് വിചാരിക്കുക. ആ കറണ്ട് എന്ന് പറയുന്നത് വന്നിട്ട് 2 ഡിവൈഡ് ചെയ്ത് പോകുന്നു. IG എന്ന് പറയുന്ന കറണ്ട് ഗാൽവനോമീറ്ററിലേക്ക് ഒഴുകുന്നു. ബാക്കിയുള്ള കറണ്ട് I മൈനസ് IG എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗാൽവനോമീറ്ററും എസ് റെസിസ്റ്റൻസിനും അക്രോസ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. I മൈനസ് IG ഇൻറ്റു എസ് അതെന്ന് പറഞ്ഞാൽ എസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ഈക്വൽ ടു IG ഇൻറ്റു ജി. ക്യാപിറ്റൽ G എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിന്റെ കോയിലിന്റെ റെസിസ്റ്റൻസ് ആണ്. I മൈനസ് IG ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു IgG. അതിൽ നമുക്ക് എസിന്റെ വാല്യൂ എടുക്കാം, കാൽക്കുലേറ്റ് ചെയ്യാം. എസ് വിൽ ബി IG ഇൻറ്റു ക്യാപിറ്റൽ G ഡിവൈഡ് ബൈ I മൈനസ് IG. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഗാൽവനോമീറ്ററിന് നമ്മൾ പാരലാക്കി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു അമ്മീറ്റർ ആക്കി മാറ്റും. നമുക്ക് ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു ലോ റെസിസ്റ്റൻസ് പാരലാക്കി കണക്ട് ചെയ്യുക. അപ്പൊ ആ കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് കുറയും. ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു അമ്മീറ്ററായി മാറുകയും ചെയ്യും. ഇപ്പൊ എസ് എന്ന് പറയുന്ന ഇക്വേഷനകത്ത് IG എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിലൂടെ നമുക്ക് സേഫ് ആയിട്ട് കടത്തി വിടാൻ പറ്റുന്ന മാക്സിമം കറണ്ടിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കിട്ടുന്ന മാക്സിമം കറണ്ടാണ് IG എന്ന് പറയുക. G എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. I എന്ന് പറയുന്നത് റേഞ്ച് ആണ്. ഏത് റേഞ്ച് വരെയുള്ളതാണ് നമ്മൾ ആ ഉപകരണം ഉപയോഗിച്ച് അളക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് 5 ആമ്പിയർ വരെയാണ് നമ്മൾ ആ ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ I എന്ന് പറഞ്ഞാൽ 5 ആമ്പിയർ ആയിരിക്കും. അപ്പൊ അതാണ് അതിനകത്ത് ഓരോ വാല്യൂസ് എന്ന് പറയുക. അതുപോലെ നമുക്ക് ഇതിനെ വോൾട്ട് മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യാം. വോൾട്ട് മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഹൈ റെസിസ്റ്റൻസ് R എന്ന് പറയുന്ന ഹൈ റെസിസ്റ്റൻസ് ഗാൽവനോമീറ്റർ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ആ സീരീസ് കോമ്പിനേഷൻ ഓഫ് ഗാൽവനോമീറ്റർ ആൻഡ് ദിസ് ഹൈ റെസിസ്റ്റൻസ് will act as a R that will be converted into voltmeter. A galvanometer can be converted into voltmeter by connecting it with a very high resistance. Appo potential difference across the given load resistance is the sum of potential difference across the galvanometer and potential difference across the high resistance. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ അത് IG ഇൻറ്റു G പ്ലസ് R ആണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് രണ്ടിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് IG തന്നെയായിരിക്കും. G എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിന്റെ കോയിലിന്റെ റെസിസ്റ്റൻസ്, R എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് കണക്ട് ചെയ്ത റെസിസ്റ്റൻസ്. ഓർ R is equal to V by IG മൈനസ് G എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അതിനകത്ത് V എന്ന് പറഞ്ഞിരിക്കുന്നത് റേഞ്ച് ആയിരിക്കും. അപ്പൊ ആ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് അളക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് 10 വോൾട്ട് വരെയാണ് നമ്മൾ ആ ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 വോൾട്ട് കൊടുക്കുക. IG എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററെ സേഫ് ആയിട്ട് കടത്തിവിടാവുന്ന മാക്സിമം കടത്തിവിടാവുന്ന കറണ്ടിന്റെ മാക്സിമം വാല്യൂ G എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിന്റെ കോയിലിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ ഇത് വെച്ച് നമുക്ക് R കണ്ടുപിടിക്കാം. ആ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പൊ ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വോൾട്ട്മീറ്റർ ആയി മാറും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി അതുപോലെ വോൾട്ട്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കൺവേർട്ടഡ് ഗാൽവനോമീറ്റർ ഇൻടു അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ. അപ്പൊ അമ്മീറ്ററിന്റെ പ്രത്യേകത നമുക്കറിയാം, ലോ റെസിസ്റ്റൻസ് ആയിരിക്കണം. അപ്പൊ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലോ റെസിസ്റ്റൻസ് നമ്മൾ പാരലാക്കി കണക്ട് ചെയ്യുന്നു. മറ്റേ വോൾട്ട്മീറ്റർ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം, ഇൻഫിനിറ്റ് ആയിരിക്കണം തിയററ്റിക്കലി അതിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ മാക്സിമം റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അമ്മീറ്ററും വോൾട്ട്മീറ്റർ നമ്മളുടെ വ്യത്യാസങ്ങളൊന്നും കണ്ടിട്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ ലോ റെസിസ്റ്റൻസ് ഇൻസ്ട്രുമെന്റ് ആണ്. ഐഡിയൽ കേസിൽ 0 ആയിരിക്കണം. വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം. അതുപോലെ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് എന്റെ ഇക്വേഷൻ, GS by G plus S. റെസിസ്റ്റൻസ് ഓഫ് വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ G plus R വരുന്നു. അതുപോലെ ഷണ്ട് റെസിസ്റ്റൻസ് അതിന്റെ എസിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. IgG divided by I minus IG എന്ന് പറയുന്നതാണ്. ദാറ്റ് വിൽ ബി വെരി സ്മോൾ.
അതുപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വി ബൈ ഐ ജി മൈനസ് ജി എന്ന് പറയുന്നതാണ്. അതിന്റെ വാല്യൂ വെരി ഹൈ ആയിരിക്കും. അമ്മീറ്റർ ഓൾവേസ് കണക്ട് ഇൻ സീരീസ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് ലോ ആയിരിക്കണം. വോൾട്ട്മീറ്റർ ഈസ് ഓൾവേസ് കണക്ട് ഇൻ പാരലൽ, അതുകൊണ്ട് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിലെ കറണ്ട് കടന്നു പോയി എറർ കാണിക്കും. റെസിസ്റ്റൻസ് ഓഫ് ഐഡിയൽ അമ്മീറ്റർ ഇസ് 0, റെസിസ്റ്റൻസ് ഓഫ് ഐഡിയൽ വോൾട്ട്മീറ്റർ ഇസ് ഇൻഫിനിറ്റി. അതുപോലെ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഗാൽവനോമീറ്റർ, ആ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസിനേക്കാൾ കുറവായിരിക്കും. വോൾട്ട്മീറ്റർ കേസിലാണെങ്കിൽ റെസിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ വോൾട്ട്മീറ്റർ. അതുപോലെ അമ്മീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിക്രീസ് ദ റേഞ്ച് ഓഫ് ദ ഗിവൺ അമ്മീറ്റർ, അതിന്റെ റേഞ്ച് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിക്രീസ് ദ റേഞ്ച് ഓഫ് ദ ഗിവൺ വോൾട്ട്മീറ്റർ, വോൾട്ട്മീറ്ററിന്റെ റേഞ്ച് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനകത്ത് കൊടുക്കുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്ത് നമുക്ക് അതിന്റെ റേഞ്ച് വ്യത്യാസപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പൊ ആ കാര്യങ്ങൾ ആംബിയർ സർക്യൂട്ടൽ തിയറം, അതിന്റെ ആപ്ലിക്കേഷൻസ്, അതുപോലെ ഒരു കറണ്ട് കാര്യം കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ബിൽ സൈൻ തീറ്റ, BIL സൈൻ തീറ്റ. അതുപോലെ ഒരു കണ്ടക്ടർ ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് ടോർക്ക് അനുഭവപ്പെടുന്നു, NAIB സൈൻ ഫൈ എന്ന് പറയുന്ന ടോർക്ക് അനുഭവപ്പെടുന്നു. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ, അതിന്റെ പ്രിൻസിപ്പൽ, അതായത് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് പാസ് ത്രൂ ഇറ്റ്. അതുപോലെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, ഗാൽവനോമീറ്ററിനെ നമുക്ക് എങ്ങനെ വോൾട്ട്മീറ്റർ ആക്കിയും അമ്മീറ്റർ ആക്കിയും കൺവേർട്ട് ചെയ്യാമെന്നും നമ്മൾ കണ്ടു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.